ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്ന പുതിയ ഡ്രാമയുടെ പേരാണ് മാരി മൈ ഹസ്ബൻഡ്. ഇത് 2024 റിലീസായ ഒരു ഡ്രാമയാണ് കേട്ടോ. ഓൺ ഗോയിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടതിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡ്രാമ. ഇതിൻ്റെ സ്റ്റോറി ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ക്യാൻസർ പേഷ്യൻ്റായ നമ്മുടെ നായികനെ ചീറ്റ് ചെയ്യുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും അതേപോലെ തന്നെ അവളുടെ ഹസ്ബൻഡും. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അതേപോലെ തന്നെ മരിച്ചുപോയ നമ്മുടെ നായികയ്ക്ക് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയാണ്. അവൾ ടൈം ട്രാവൽ ചെയ്ത് 10 വർഷം പിന്നിലോട്ട് വരും. അവിടെ അവൾ എങ്ങനെയാണ് അവളുടെ ഹസ്ബൻഡിനെയും അതേപോലെ ബെസ്റ്റ് ഫ്രണ്ടിനെയും റിവെഞ്ച് ചെയ്യുന്നത്, അവളുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ് ഇതിൽ. പിന്നെ ഒരു കാര്യം കൂടി, ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈ ഡമൻ സീരീസ് ഇല്ലേ, അതും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ നായികയായിട്ടുള്ള ജീവോണിനെ കാണിച്ചുകൊണ്ടാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. അവളാണെങ്കിൽ തുറന്നു കിടക്കുന്ന ജനലിൽ കൂടി അവിടുത്തെ ആ കാറ്റും അതേപോലെ തന്നെ പൂക്കളുടെ ഇതളുകൾ പൊഴിയുന്നതും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ ഒരു പൂവിൻ്റെ ഇതള് ഇവളുടെ റൂമിൻ്റെ അകത്തോട്ട് വരും. അവളാണെങ്കിൽ ആ ഇതള് പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ ആ റൂമിലായിട്ട് ഒരു പെണ്ണ് കയറി വരും. അവളാണെങ്കിൽ വേഗം തന്നെ വന്ന് ജനലങ്ങ് അടയ്ക്കും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ജീവോണിൻ്റെ അടുത്ത് പറയും, ജീവോൺ നീ എന്ത് സുന്ദരിയാണ്, നിനക്കാണെങ്കിൽ കാറ്റൊന്നും അങ്ങനെ അടിച്ചുകൂടാ, അതുകൊണ്ട് നീ ജനലൊക്കെ അടച്ചിരിക്കുന്നതാണ് നല്ലത്. ഈ പെണ്ണെന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ ജീവോണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സുമിനാണ്. ഇവളാണെങ്കിൽ നമ്മുടെ ജീവോണിൻ്റെ അടുത്ത് പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം നേരെയാവും എന്ന്. അപ്പോൾ നമ്മുടെ ജീവോൺ പറയും, എൻ്റെ ലൈഫിൽ ഇപ്പോൾ സന്തോഷം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ആകെപ്പാടെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് അത് നീ മാത്രമാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സുമിൻ. ഇത് കേൾക്കുന്നത് സുമിൻ പറയും, നീ എന്തിനാ അങ്ങനെ പറയുന്നത്, നിനക്കൊരു നല്ല ഹസ്ബൻഡ് ഇല്ലേ? അപ്പോൾ നമ്മളുടെ ജീവോൺ പറയും, ഹസ്ബൻഡോ, അവൻ എൻ്റെ അടുത്ത് ചീറ്റ് ചെയ്യുവാന്നാണ് തോന്നിയത്. നേരത്തെ അവൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലവ് യു, ഐ മിസ് യു എന്നാണ് ഉണ്ടായിരുന്നത്. ഞാനത് ഓപ്പൺ ചെയ്തതും വേഗം തന്നെ അവനത് ഡിലീറ്റ് ആക്കി. അതിൻ്റെ അർത്ഥം അവനത് വേറെ ആർക്കോ അയച്ചു എന്നല്ലേ. ഇത് കേൾക്കുന്നേ സുമിൻ പറയും, നീ ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട, നീ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നീ ഒരു കാര്യം ആലോചിക്കണം, ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്, നിൻ്റെ ലൈഫ് എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണെന്നൊക്കെ അവളുടെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവോൺ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. പുറത്താണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ചിരിയും കളിയും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോഴും നമ്മളുടെ ജീവോൺ ഇരുന്നിട്ട് ആലോചിക്കും, എൻ്റെ ലൈഫ് എന്ത് പോയിന്റ്ലെസ് ആണ്. അതായത് എൻ്റെ 4th സ്റ്റേജിലാണ് എനിക്ക് ക്യാൻസർ ആണെന്ന് കൂടി തിരിച്ചറിഞ്ഞത്. ഡോക്ടർ എന്നോട് അന്ന് പറഞ്ഞത് തന്നെ എനിക്കിനി 6 മാസം കൂടിയേ ബാക്കിയുള്ളൂ എന്നാ. എങ്കിലും എന്ത് മായയാണെന്നറിയത്തില്ല, എനിക്കത് 12 മാസമായിട്ട് നീട്ടിക്കിട്ടി. എങ്കിലും ആ 12 മാസം വെറും പോയിന്റ്ലെസ് ആണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ ഏകദേശം ചത്ത് ജീവിച്ച അവസ്ഥയായി എന്നൊക്കെ നമ്മളുടെ ജീവോൺ ഇരുന്ന് കരുതും. അവൾ പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് ആലോചിക്കും. അതായത് ഇവളുടെ കല്യാണം കഴിഞ്ഞ സമയമൊക്കെ, കല്യാണമൊക്കെ നല്ല കിടിലമായിട്ട് ഭയങ്കര ആഘോഷമൊക്കെയാണ് നടന്നത്. ആ സമയത്ത് അവളുടെ ഹസ്ബൻഡിനും അവളുടെ അമ്മായിയമ്മയ്ക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. എന്നാൽ സമയം കടന്നു പോകുന്നതോറും അവർ രണ്ടുപേരും ഇവളുടെ അടുത്ത് അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജീവോൺ എന്ന് പറയുന്ന വലിയ ടോപ്പ് കമ്പനീസിലൊന്നായിട്ടുള്ള UNK എന്ന് പറയുന്ന കമ്പനിയിൽ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. ഒരു പക്ഷേ ഇവളെ അവൻ കല്യാണം കഴിച്ചു തന്നെ ഇവളുടെ പണം കണ്ടിട്ടായിരിക്കണം. നമ്മുടെ നായികയുടെ ഹസ്ബൻഡിൻ്റെ പേര് മിൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ അമ്മയാണെങ്കിൽ നമ്മളുടെ ജീവോണിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നിനക്കാണെങ്കിൽ ഇത്രയും നാളായിട്ട് കുഞ്ഞുങ്ങളെ പോലും ഞങ്ങൾക്ക് തരാൻ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞ് ഇവിടെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. ഇവക്കാണെങ്കിൽ ജോലിയുടെ പ്രഷറും ഉണ്ട്, അതേപോലെ തന്നെ വീട്ടിലും മനസ്സമാധാനം ഇല്ല. ഒരു സമയത്താണെങ്കിൽ ഇവളുടെ ഹസ്ബൻഡ് അവനുണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ട് ഇപ്പോൾ ട്രേഡിംഗ് മാർക്കറ്റിംഗ് എന്നും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിലായിട്ടിരിക്കുകയാണ്. ഇത് കാണുന്നത് നമ്മുടെ ജീവോണിന് ഭയങ്കര ദേഷ്യം വരും. അവൾ ചോദിക്കും, നീ എന്താ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാതെ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനം എടുത്തേന്ന്. അപ്പോൾ നമ്മളുടെ ഈ മിന്നു പറയും, ഞാനെന്തിനാ നിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ജീവോണിന് അതിനുള്ള അർഹത പോലും കൊടുക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ മിന്നും അതേപോലെ തന്നെ അവൻ്റെ അമ്മയും നമ്മുടെ ജീവോണിൻ്റെ ക്യാഷ് വെച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ടൈമിൽ നമ്മളുടെ ജീവോൺ തിരിച്ചറിയും, അതായത് അവൾക്ക് 4th സ്റ്റേജിൽ ഗ്യാസ്ട്രിക് ക്യാൻസർ ആണെന്ന്. ഇതാണെങ്കിൽ ഇവളുടെ വീട്ടിൽ വന്ന് പറയുന്നതും അവളുടെ അമ്മായിയമ്മയും അതേപോലെ തന്നെ ഹസ്ബൻഡും ഭയങ്കര അപ്സെറ്റ് ആവും. അവളുടെ അമ്മായിയമ്മയാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും, എൻ്റെ മോൻ എന്ത് അൺലക്കിയാണ്, ഈ ജീവോണിനെ പോലെ ഒരുത്തിനെ നീ കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഇതൊക്കെ കേൾക്കുന്നതും സത്യം പറഞ്ഞാൽ മിന്നിനാണെങ്കിൽ അതൊന്നും ആലോചിച്ചിട്ടല്ല ടെൻഷൻ. അവൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇനി എനിക്ക് ആര് ഫുഡ് ഉണ്ടാക്കി തരും, ആരെൻ്റെ കാര്യങ്ങൾ നോക്കും, ആരിനി ഈ വീട്ടിൽ പൈസ കൊണ്ടുവരും, ഇതൊക്കെയാണ് അവൻ ആലോചിക്കുന്നത്. ഇത് കേൾക്കുന്നതും നമ്മളുടെ ജീവോണാണെങ്കിൽ ഭയങ്കരമായിട്ടും തകർന്നു പോകും. അതേപോലെ തന്നെ അവളുടെ അമ്മായിയമ്മ പറയും,
അല്ലെങ്കിലും ഇപ്പോൾ ക്യാൻസർ എന്നൊക്കെ പറയുന്ന നോർമലായിട്ടുള്ള അസുഖമാണ്. അതിനാണെങ്കിൽ ഇപ്പം മരുന്നും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജീവൻ നീ ഇനി മുതൽ വീട്ടിലിരിക്കാന്ന് വെക്കേണ്ട, നീ മര്യാദയ്ക്ക് ജോലിക്ക് പൊക്കോണോ എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്നേ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ജീവോണിൻ്റെ ലൈഫ് എന്ത് നരകമായിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്ന പ്രസൻറ്റിൽ നമ്മളുടെ ജീവനാണെങ്കിൽ അവളുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവളുടെ റൂമിലോട്ട് നടന്നു പോവുകയാണ്. അവളുടെ പുറകിലായിട്ട് തന്നെ ഒരു നേഴ്സുണ്ട്. ആ നേഴ്സ് വേറൊരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുമോ. അപ്പോൾ ആ നേഴ്സ് പറയും, അതെ മോളെ, നീ ഇപ്പോൾ നിൻ്റെ ഹസ്ബൻഡിൻ്റെ അഫെയറിനെ പറ്റി ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഒന്നാമതേ നീ വയ്യാണ്ടിരിക്കുവാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ അസുഖം കൂട്ടണ്ട എന്ന് പറയും. നീ എന്തിനാ ഓരോന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെടുന്നത്? നിനക്ക് ആരുമില്ലേലും ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ? ഇത് കേൾക്കുന്നത് നമ്മളുടെ ജീവനാണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സുമിനെ പറ്റി പറയാനായിട്ട് ഒരുങ്ങും. അവൾ പറയും, എൻ്റെ സുമിൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, അവളാണെങ്കിൽ ഭയങ്കര കേപ്പബിളുമാണ്. ഇപ്പോൾ അവൾ UNK എന്ന് പറയുന്ന ആ കമ്പനിയുടെ മാനേജറാണ്, അവൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ നമ്മളുടെ ജീവൻ ഇങ്ങനെ മനസ്സിരുന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് ആ സീനും കാണിക്കും. ഇവളാണെങ്കിൽ ഇപ്പോൾ കാറിൽ ഒരു വീടിൻ്റെ മുമ്പിലായിട്ട് വന്നു നിന്ന് മുഖമൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ആ വീടിൻ്റെ അകത്തോട്ട് കയറി പോകുന്നത് കാണിക്കും. ആ വീടെന്ന് പറയുന്നത് വേറെ ആരുടെയല്ല, നമ്മളുടെ ജീവോൻ്റെ തന്നെയാണ്. വേഗം തന്നെ ഈ സുമിനാണെങ്കിൽ ഓടി വന്നിട്ട് അവളുടെ ഹസ്ബൻഡായിട്ടുള്ള മിന്നിൻ്റെ ദേഹത്ത് ചാടി അങ്ങ് കയറും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജീവോൺ വിചാരിച്ചതുപോലെ തന്നെ മിന്നിന് അഫെയർ നടക്കുവാണ്. അത് വേറെ ആരുമായിട്ടല്ല, നമ്മളുടെ ജീവോണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സുമിനുമായിട്ട്. നമ്മുടെ ജീവോൺ അവളെ എന്ത് പ്രഷ്യസ് ആയിട്ടാണ് കരുതുന്നത്. എന്നാൽ ഇവളാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവളുടെ ഹസ്ബൻഡുമായിട്ട് അവിടെ ബെഡ് ഷെയർ ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവോണാണെങ്കിൽ ഇങ്ങനെ നടന്നു വരുന്നതും ഡോക്ടർ അവളുടെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ട് പറയും, നിങ്ങളുടെ ഈ മാസത്തെ ചികിത്സ കഴിഞ്ഞു, ഇനി അടുത്ത ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് അടച്ചേ പറ്റത്തുള്ളൂ എന്ന്. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീവൻ ഭയങ്കര അപ്സെറ്റായി പോവും. ഓൾറെഡി നമ്മുടെ ജീവൻ്റെ അക്കൗണ്ടിൽ ഒരുപാട് ക്യാഷും അതേപോലെ തന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ജീവനാണെങ്കിൽ മിന്നിനെ വിളിക്കും, അതായത് ഇവളുടെ പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവൻ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ തന്നെ നമ്മളുടെ ജീവൻ അവന് മെസ്സേജ് അയക്കും, നിങ്ങൾ വീട്ടിൽ ജോലി ഇല്ലാണ്ടിരുന്നപ്പോൾ ഞാനല്ലേ നിങ്ങളുടെ വീടിനെയും അതേപോലെ തന്നെ അമ്മേനെയും അച്ഛനെയൊക്കെ നോക്കിയത്. എനിക്കിപ്പോൾ ഇത്രയും അസുഖമായിട്ടിരുന്നിട്ട് എൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ക്യാഷ് പോലും നിങ്ങളുടെ കയ്യിലില്ലേ, അതും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് അടച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കും. എന്നാൽ അവൻ അതിനൊന്നിനും റിപ്ലൈ കൊടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീവൻ വിചാരിക്കും അവനെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്തായിട്ട് ഇറങ്ങിയിട്ട് ഒരു ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് ഒരു ടാക്സി അവിടേക്ക് വരും. ആ ടാക്സിക്കകത്ത് അവൾ കയറും. അപ്പോൾ ഈ ടാക്സി ഡ്രൈവർ ഉണ്ടല്ലോ, അവളെ കണ്ടിട്ട് ചോദിക്കും, മോളെ നീ എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നേ എന്ന്. അവിടെ നമ്മുടെ ജീവൻ പറയത്തില്ല ഞാൻ മരിക്കാൻ പോകുക എന്ന്. എന്നാലും അവൾ പറയും, എൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡിന് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ജീവിച്ചാലും എനിക്ക് വേണ്ടി സന്തോഷിക്കാൻ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോയിന്റ്ലെസ് ആണ് എന്നൊക്കെ നമ്മളുടെ ജീവൻ പറയും. ഇത് കേൾക്കുന്ന ആ ടാക്സി ഡ്രൈവർ പറയും, മോളെ നീ ഇങ്ങനെയൊന്നും വിചാരിക്കാതെ, നിൻ്റെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് വരും. ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മൾ ഈ പറഞ്ഞ വസന്തകാലം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ അവിടെ പൂക്കളൊക്കെ നല്ലപോലെ വിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ ആ അപ്പൂപ്പൻ പറയും, മോളെ നീ അതുകൊണ്ട് നിൻ്റെ ഹോപ്പ് ഒരിക്കലും കളയരുത്. നമുക്കിപ്പോൾ ഒരു വഴി അടഞ്ഞാൽ വേറൊരു വഴി തുറന്നു വരുമെന്ന് പറഞ്ഞിട്ട് ഈ അപ്പൂപ്പനാണെങ്കിൽ വേറൊരു വഴിയെ വണ്ടി കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവൻ പറയും, അതെ നിങ്ങൾക്ക് വഴി തെറ്റി, ഈ വഴിയല്ല പോവേണ്ടത്, ആ വഴിയായിരുന്നു എന്ന്. അപ്പോൾ ആ ഡ്രൈവർ പറയും, എനിക്ക് ഈ വഴി നന്നായിട്ടറിയാം, ഞാൻ നിന്നെ എന്തായിരുന്നാലും നിൻ്റെ ഡെസ്റ്റിനേഷനിൽ തന്നെ കൊണ്ടെത്തിച്ചോളാന്ന് പറഞ്ഞിട്ട് ഈ ഡ്രൈവർ ആണെങ്കിൽ ഒരു ടണലിൽ കൂടി വണ്ടി കയറ്റും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവൻ ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. അങ്ങനെ അവളാണെങ്കിൽ ആ ടണൽ അങ്ങോട്ട് ക്രോസ് ചെയ്ത് വരുന്നതും പെട്ടെന്നായിട്ട് ഭയങ്കര പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രത്യേകതരം സ്ഥലം കാണും. ഇത് കാണുന്നതിന് നമ്മുടെ ജീവൻ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോവും. അവസാനം ഈ ഡ്രൈവർ ആണെങ്കിൽ നമ്മുടെ ജീവനെ അവളുടെ വീടിൻ്റെ മുമ്പിലായിട്ട് തന്നെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് പറയും, മോളെ നീ ആണെങ്കിൽ ഒരിക്കലും ഹോപ്പ് കളയരുത്, നിൻ്റെ ലൈഫും മാറും. നിൻ്റെ ലൈഫിൽ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ വരും. നീ അതിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കണം, അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നീ വെറുതെ വിഷമിക്കരുത് എന്നൊക്കെ പറയും. കൂട്ടത്തിൽ തന്നെ ഈ ഡ്രൈവർ ആണെങ്കിൽ നമ്മുടെ ജീവന് ഒരു 100 നോട്ട് എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും, മോളെ നീ വിചാരിക്കണം ഇത് നിൻ്റെ അച്ഛൻ തന്നതാ എന്ന്, അതുകൊണ്ട് നീ ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയും. എന്നാൽ നമ്മുടെ ജീവനാണെങ്കിൽ അത് വാങ്ങിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. എന്നാൽ ഡ്രൈവർ പറയും, ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ഡേ, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്കാണെങ്കിൽ ഇതൊരു ഗിഫ്റ്റായിട്ട് തരുമോ, നിൻ്റെ അച്ഛൻ തന്നതാണെന്ന് വിചാരിച്ച് മാത്രം നീ അക്സെപ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ ഈ നോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. നമ്മുടെ ജീവന് എന്തുവാന്നൊന്നും മനസ്സിലാവത്തില്ല. ഈ അപ്പൂപ്പനാണെങ്കിൽ പോകുന്ന വഴിയിൽ ഇവക്ക് നോക്കി ടാറ്റയും കാണിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ജീവനാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വരും. ഡോർ തുറന്ന് നോക്കുന്നതും അവിടെ പുറത്ത് ഒരു ചെരുപ്പ് കിടക്കുമായിരുന്നു. ഇതേ ചെരുപ്പ് തന്നെയാണ് നമ്മളുടെ സുമിനും ഇട്ടുകൊണ്ടിരുന്നത്. ഇത് കാണുന്നത് നമ്മളുടെ ജീവന് നല്ല ടെൻഷനാവും. അവൾ അങ്ങനെ അകത്തോട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ മിന്നും അതേപോലെ തന്നെ സുമിനും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുക. അവിടെ നമ്മളുടെ മിന്നു പറയും, ഞാനാണെങ്കിൽ ജീവന്റെ പേരിൽ ഒരു കള്ള പോളിസി എടുത്തായിരുന്നു,
എന്തായിരുന്നാലും ജീവൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് 1 ബില്യൺ രൂപ കിട്ടുമെന്ന്. ഇത് കേൾക്കുന്നത് സുമിൻ പറയും, അത് കിട്ടിക്കഴിഞ്ഞാൽ നീ എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗ് വാങ്ങിച്ചു തരത്തില്ലേ? അപ്പോൾ നമ്മളുടെ മിന്നു പറയും, പിന്നെ നിനക്ക് വാങ്ങിച്ചു തരാതെ അവൾ മരിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് വലിയൊരു വീട് വെക്കാനെന്ന്. അങ്ങനെ ഇവർ രണ്ടെണ്ണോട് ചേർന്നിട്ട് നമ്മളുടെ ജീവന്റെ മരണശേഷം അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വലിയ വലിയ പ്ലാനിങ് ഒക്കെ നടത്തും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീവൻ ഭയങ്കരമായിട്ട് തകർന്നു പോകും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയല്ലേ മിന്നുമായിട്ട് ഇപ്പം അഫെയർ ചെയ്യുന്നത്. അവിടെ സൂമിൻ പറയും, ഈ ജീവൻ എന്നാണ് എന്തോ മരിച്ചു പോകുന്നേ എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജീവൻ ഭയങ്കര തകർന്നിട്ട് അവളുടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തായിട്ട് വരും. നോക്കുമ്പോൾ എന്തുവാ, അവളുടെ അച്ഛൻ്റെ ഫോട്ടോയും ഓൾറെഡി ചീത്തയാക്കി വെച്ചേക്കുവാണ്. ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് നമ്മളുടെ ജീവൻ ആണെങ്കിൽ ആ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് നമ്മളുടെ ഈ മിന്നിൻ്റെയും അതേപോലെ തന്നെ സുമിൻ്റെ ദേഹത്തായിട്ട് വലിച്ചെറിയും. അവർ രണ്ടുപേരും പേടിച്ചു പോകും. അവരാണെങ്കിൽ വേഗം എഴുന്നേറ്റ് നിൽക്കുന്നേ നമ്മളുടെ ജീവൻ പറയും, നിങ്ങൾ എന്നാലും എൻ്റെ അടുത്ത് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി, എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞ് അവൾ ബഹളം വയ്ക്കും. ആ സമയത്ത് തന്നെ നമ്മളുടെ ജീവൻ്റെ വയറ് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മിന്നാണെങ്കിൽ ഈ സുമിനെയും കൂട്ടി അവളുടെ അടുത്തോട് നടന്നു പോകും. കൂട്ടത്തിൽ തന്നെ മിന്നാണെങ്കിൽ നമ്മളുടെ ജീവനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങും. എന്നിട്ട് അവൻ വിചാരിക്കും, ഇവളെ ഓൾറെഡി മരിക്കാൻ പോകുമല്ലേ, ഇവളെ എന്തിനാ ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതെന്ന് പറഞ്ഞാൽ അവനങ്ങ് മാറി നിൽക്കും. നമ്മളുടെ ജീവന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം ഇവരുടെ രണ്ടുപേരുടെയും ദേഹത്ത് വലിച്ചെറിയാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സുമിനുണ്ടല്ലോ നമ്മളുടെ ജീവന്റെ അടുത്തായിട്ട് വരും. എന്നിട്ട് ജീവനോട് പറയും, നീ ഓൾറെഡി മരിക്കാൻ പോവുമല്ലേ, ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെങ്കിലും ജീവിക്കാൻ വേണ്ടി സമ്മതിച്ചൂടെ? നീ എന്ത് സെൽഫിഷാണ്, നീ എപ്പോഴും നിന്റെ കാര്യം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, നിനക്കെല്ലാം വേണം എടുക്കണം എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജീവന് ഭയങ്കര ദേഷ്യം വരും. അവളാണെങ്കിൽ ഈ സുമിൻ്റെ മുടിയിലായിട്ട് പിടിച്ചിട്ട് അവളെ നല്ലതുപോലെ ഉപദ്രവിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മിന്ന് സഹിക്കുമോ? അവനാണെങ്കിൽ ഓടി വന്നിട്ട് ജീവനെ അവളുടെ അടുത്ത് നിന്ന് അങ്ങ് പിടിച്ചു മാറ്റും. എന്നിട്ട് ജീവൻ്റെ അടുത്ത് പറയും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ, നിനക്കാണെങ്കിൽ ഇനി ജീവിക്കാനുള്ള ഒരു അധികാരവും ഇല്ല, നീ യഥാർത്ഥത്തിൽ മരിക്കാൻ പോവുമല്ലേ, എങ്കിൽ പിന്നെ അങ്ങ് മരിച്ചൂടെ, എന്തിനാ ഇങ്ങനൊരു ജീവിതം എന്നും പറഞ്ഞിട്ട് ഈ മിന്നാണെങ്കിൽ നമ്മളുടെ ജീവനെ പിടിച്ച് നല്ലതുപോലെ അങ്ങ് തള്ളും. നമ്മുടെ ജീവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, അതിനകത്ത് തല വന്ന് ഇടിക്കും. ആ സ്പോട്ടിൽ തന്നെ നമ്മളുടെ ജീവനാണെങ്കിൽ അങ്ങ് മരിച്ചു പോകും. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, എനിക്ക് ഓൾറെഡി 6 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിൽ അത് നീട്ടി ഇപ്പോൾ 12 മാസമായിട്ട് കിട്ടി, എന്നിട്ട് എന്താ ബലം, ഞാൻ ദാ ഇപ്പം മരിച്ചു പോവുകയും ചെയ്തു. ഇത് കാണുന്നത് നമ്മളുടെ മിന്നും അതേപോലെ തന്നെ സുമിനും ഇല്ലേ, രണ്ടുപേരും ജസ്റ്റ് ഒന്ന് പേടിക്കും. എങ്കിലും അവർ വന്നിട്ട് പറയും, ഇവള് മരിച്ചു പോയെങ്കിൽ അത്രയും നന്നായില്ലേ, ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാം ഇവൾക്ക് ക്യാൻസർ ആയിരുന്നു, ഇവള് കൂടെ തല ഇറങ്ങി വീഴും, ഇതങ്ങനെ പറ്റിയ ഒരു ആക്സിഡന്റ് ആണ് എന്ന്. പക്ഷെ എൻ്റെ ഡൗട്ട് അതല്ല, ഇവൾ ഇങ്ങനെ മരിച്ചതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ഇൻഷുറൻസ് കിട്ടുമോ എന്നറിയത്തില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് 2013 ഏപ്രിൽ 4 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ്. അവിടെ നമ്മുടെ ജീവന് യാതൊരു കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ അവൾ കണ്ണു തുറക്കുമ്പോൾ എന്തുവാ, അവൾക്കാണെങ്കിൽ എല്ലാം ബ്ലറായിട്ടാണ് കാണുന്നത്. അതായത് നമ്മുടെ ജീവൻ ഇപ്പോൾ മരിച്ചിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ഇപ്പോൾ 10 വർഷം മുന്നേ ടൈം ട്രാവൽ ചെയ്ത് വന്നു. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന മിന്നാണ്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീവൻ അവളുടെ കണ്ണാടി എടുത്ത് വെക്കുന്നതും അവൾ ഭയങ്കരമായിട്ടും പേടിച്ചു. അവൾ വേറൊന്നും നോക്കത്തില്ല, അവളുടെ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഈ മിന്നിനെ പറ അടിക്കാനായിട്ട് തുടങ്ങും. അവൻ്റെ മുടിക്ക് കുത്തിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ മിന്നിനൊന്നും മനസ്സിലാവത്തില്ല. അവൻ ചോദിക്കും, നീ എന്തുവായി കാണിക്കുന്നത്, എന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ എന്ന്. എന്നാൽ നമ്മുടെ ജീവനും കാര്യമൊന്നും അറിയത്തില്ല. അവൾ വിചാരിക്കുന്ന എന്തുവാ, അവൾ ഇപ്പോഴും 2023 തന്നെയായെന്ന്. പെട്ടെന്ന് തന്നെ അവൾ അവനെ നല്ലതുപോലെ ഉപദ്രവിക്കുന്നതും ഈ മിന്നാണെങ്കിൽ അവൻ്റെ കൈ നല്ലതുപോലെ ചുരുട്ടിപ്പിടിച്ച് നമ്മളുടെ ജീവനെ ഇടിക്കാനായിട്ട് വരും. അവൻ കൈ ഊങ്ങുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ മെയിൻ ലീഡ് അവിടെ എൻട്രി ആവും. അവൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജേഹോപ്പ് എന്നാണ് കേട്ടോ. അവനാണെങ്കിൽ വേഗം തന്നെ നമ്മളുടെ ഈ മിന്നിനെ തടഞ്ഞിട്ട് അവനിട്ട് നല്ലൊരു അടി അങ്ങ് വെച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിന്നു വയ്ക്കും, എന്നെ എന്തിനാ നിങ്ങൾ അടിക്കുന്നത്, ഇവിടെ ഞാനല്ലേ വിക്ടിം, എന്നെ ഇവളാണ് എടുത്തിട്ട് അടിച്ചത് എന്ന്. അപ്പോൾ നമ്മുടെ ജേവോണിനെ കാണിക്കും. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ജേഹോപ്പ് അവളുടെ അടുത്ത് വന്നിട്ട് പറയും, നീ എന്താ സ്ഥലകാല ബോധമില്ലാതെ ഇവനെ എടുത്തിട്ട് അടിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഓഫീസിലാണ്, നമ്മളിവിടെ വർക്ക് ചെയ്യുവാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജേവോൺ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോവും. അവളിങ്ങനെ ചുറ്റിനും പരതി നോക്കും. അപ്പോൾ അവളുടെ ഓഫീസിലുള്ള എല്ലാവരും അവളെ തന്നെ നോക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജേവോണിനാണെങ്കിൽ അങ്ങ് മയക്കം പോലെ വന്നിട്ട് അവൾ ബോധം കെട്ട് വീഴാനായിട്ട് പോകും. പെട്ടെന്ന് നമ്മളുടെ ഹീറോ ഉണ്ടല്ലോ അവളെ കയറി അങ്ങ് പിടിക്കും. എന്നാൽ നമ്മളുടെ ജൈവോണിനാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അവൾ വേഗം തന്നെ അവൻ്റെ അടുത്ത് നിന്ന് അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് ഓടിപ്പോയി കണ്ണാടിയിലായിട്ട് നോക്കാനൊരുങ്ങും. കണ്ണാടി നോക്കുമ്പോൾ അവൾക്ക് ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് അവളുടെ മുടിയൊന്നും പോയിട്ടില്ല എന്നർത്ഥം. അവൾ അങ്ങനെ അവിടെ നിന്നൊന്ന് തിരിയാനായിട്ട് ഒരുങ്ങുന്നതും അവിടുത്തെ ഒരു സംഭവത്തിൽ തട്ടി അവൾ വീണ്ടും വീഴും. പെട്ടെന്ന് തന്നെ അവളുടെ ദേഹത്തായിട്ട് ചൂടുവെള്ളം വീഴാനായിട്ട് ഇങ്ങനെ വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഹീറോ വന്ന് അതങ്ങ് തള്ളി മാറ്റും.
അപ്പോൾ നമ്മളുടെ ജയ്വോണിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ അങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത് അവിടേക്ക് വരുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സുമിനാണ്. അവൾ വന്നിട്ട് ചോദിക്കും, ജയ്വോൺ നിനക്ക് എന്ത് പറ്റി, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. ഇത് കാണുന്നേ നമ്മുടെ ജയ്വോൺ വീണ്ടും ഷോക്കാകും. അവൾ വേഗം തന്നെ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടിപ്പോവും. അവൾ പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവളുടെ ചെരുപ്പൊക്കെ കളഞ്ഞു പോകും. അവൾ 5-6 സ്ഥലത്ത് വീഴാനായിട്ടും പോകും. ഇവളുടെ പുറകെ തന്നെ നമ്മളുടെ ഈ സീരീസിലെ ഹീറോ ഇല്ലേ, അവനും ഓടിപ്പോവും. അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയ്വോണിന്റെ ബോസാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജയ്വോൺ പുറത്തു വന്ന് നോക്കുമ്പോൾ എന്താ അവിടെയുള്ള ബാനറും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് എല്ലാം 2013 ഇത് കാണുന്ന നമ്മുടെ ജയ്വോൺ ഷോക്കാവും. അവളാണെങ്കിൽ ചുറ്റിനും പരതി നോക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവിടെയായിട്ട് വന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയെന്ന്, ഞാൻ നിനക്ക് പെട്ടെന്ന് തന്നെ ചെരുപ്പെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ കിടന്ന് ചെരുപ്പെടുത്തുകൊണ്ട് വന്ന് ഇവളുടെ മുമ്പിലായിട്ട് വെച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ്വോൺ ആണെങ്കിൽ ചോദിക്കും, എനിക്കിവിടെ എന്താ പറ്റിയത് എന്ന്. അപ്പോൾ നമ്മളുടെ ഹീറോ പറയും, നീ ആണെങ്കിൽ പെട്ടെന്ന് ഓഫീസിൽ നിന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കാൻ തുടങ്ങി, എന്നിട്ട് വേഗം നീ ഇവിടേക്ക് ഓടി വന്നു. എനിക്കും മനസ്സിലായില്ല നിനക്ക് എന്താ പറ്റിയെന്ന്, ഞാനും അത് തന്നെ നിൻ്റെ അടുത്ത് ചോദിക്കുന്നേ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ്വോൺ പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, എങ്കിൽ പിന്നെ നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ജയ്വോണിനെ അവളുടെ വീടിൻ്റെ മുമ്പിലായിട്ട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അവനാണെങ്കിൽ ജയ്വോണിൻ്റെ കയ്യിലായിട്ട് കുറച്ച് ക്യാഷും കൊടുക്കും. അപ്പോൾ നമ്മുടെ ജയ്വോൺ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, അത് സാരമില്ല, നീ എന്തായിരുന്നാലും നിൻ്റെ പേഴ്സും അതേപോലെ തന്നെ മൊബൈലും ഒന്നും എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ ക്യാഷ് കയ്യിൽ വെച്ചാൽ ആവശ്യം വരുമ്പോഴല്ലേ നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ക്യാഷ് അവൾക്ക് കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവളുടെ ഡോറിലായിട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജയ്വോൺ ആണെങ്കിൽ അവളുടെ റൂമിലായിട്ട് വന്നിട്ടിരുന്ന് ആലോചിക്കും, യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്. എന്തായിരുന്നാലും 2023 എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നം ആവാൻ വഴിയില്ല. സ്വപ്നമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നെങ്കിലും അത് സ്വപ്നമല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനെ അവൾക്ക് ഓൾറെഡി അറിയായിരുന്നു. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ഇപ്പോൾ അവൻ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയില്ലേ UNK എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഫുൾ ഓണർഷിപ്പ് അവന് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളുടെ ജയ്വോൺ വിചാരിക്കും, ഇവനാണെങ്കിൽ ഇനി എന്തായിരുന്നാലും വലിയ പണക്കാരനാവുക എന്ന്. എങ്കിലും ഇതെങ്ങനെയാണ് സംഭവിച്ചത് കറക്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ജയ്വോൺ ഒരു 10 വർഷം മുമ്പിലായിട്ടാണ് ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് വന്നേക്കുന്നത്. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഹീറോ അവൾക്ക് കൊടുത്ത ക്യാഷ് ഇല്ലേ, അതാണെങ്കിൽ അവളെടുത്ത് ഇങ്ങനെ നോക്കും. ആ കൂട്ടത്തിലായിട്ട് അവൾക്ക് ആ ടാക്സി ഡ്രൈവർ ഒരു നോട്ട് കൊടുത്തില്ലായിരുന്നോ, അതും ഉണ്ടായിരുന്നു. അവളത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്തായിട്ടൊരു ബ്ലൂ ഹേർട്ട് ഉണ്ട്. പെട്ടെന്ന് നമ്മളുടെ ജയ്വോണിന് ഓർമ്മ വരും, അതായത് ഇവളാണെങ്കിൽ ടീനേജിലായിരുന്നപ്പോൾ ഇവളുടെ അച്ഛൻ ഇത് കണക്ക് നോട്ടിനകത്ത് ഹേർട്ട് വരച്ച് അവൾക്ക് കൊടുക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞായിരുന്നു, മോളെ നിനക്ക് എന്ത് ആവശ്യം വന്നാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ എന്ത് ഹെൽപ്പിനും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ്വോണിന് ഓർമ്മ വരും, അതായത് അവളുടെ അച്ഛൻ തന്നെ ആയിരുന്നു ആ നോട്ട് അവൾക്ക് യഥാർത്ഥത്തിൽ കൊടുത്തത് എന്ന്. അതായത് അവളുടെ അച്ഛനെ അവൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് കിടന്ന് കരയും. അവൾക്കാണെങ്കിൽ ഇത് നടക്കുന്നത് യഥാർത്ഥത്തിലാണോ അതോ സ്വപ്നമാണോ എന്ന് പോലും തിരിച്ചറിയാൻ വയ്യായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവളുടെ ഡോർ ഓപ്പൺ ആവുന്ന സൗണ്ട് കേൾക്കും. നമ്മളുടെ ജയ്വോണിന് എന്താണെന്ന് മനസ്സിലാവത്തില്ല. അവൾ വന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ മിന്ന് തന്നെയാണ്. അവനാണെങ്കിൽ വന്നിട്ട് ജയ്വോണിൻ്റെ അടുത്ത് പറയും, വാ എനിക്കാണെങ്കിൽ നിന്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ജയ്വോണിനെയും കൂട്ടി മിന്നാണെങ്കിൽ ഒരു കടയിലായിട്ട് വരും. അതേസമയം തന്നെ നമ്മുടെ ജയ്വോണിനായിട്ട് സുമിൻ മെസ്സേജ് അയക്കും. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റി, ഞാൻ നിന്നെ കാണാൻ വരട്ടെ എന്ന്. അപ്പോൾ നമ്മളുടെ ജയ്വോൺ പറയും, ഞാനിപ്പോൾ മിന്നിൻ്റെ കൂടെയാണ്, നീ ഇപ്പോൾ ഇവിടേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ മൊബൈൽ അങ്ങ് താത്ത് വയ്ക്കും. അപ്പോഴാണെങ്കിൽ നമ്മളുടെ മിന്നി ചോദിക്കും, ഇന്ന് എന്തുവാ സംഭവിച്ചത്. എനിക്ക് മനസ്സിലാവും പെൺപിള്ളേർ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ പല രീതിയിൽ ചിന്തിക്കുമെന്ന്. എങ്കിലും നമ്മളുടേത് അത് ഓഫീസല്ലായിരുന്നോ, നിനക്ക് എങ്ങനെ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ തോന്നിയത്. ഇത് കേൾക്കുന്നതും നമ്മളുടെ ജയ്വോണിനൊന്നും മനസ്സിലാവത്തില്ല. അവളിങ്ങനെ നോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനെ പറ്റിയായി പറയുന്നത്. അപ്പം നമ്മളുടെ മിന്നു പറയും, നീ എൻ്റെ അടുത്ത് തൊട്ട് മുന്നേ പറഞ്ഞില്ലായിരുന്നോ നീ പ്രഗ്നൻ്റ് ആണ് എന്ന്. പെട്ടെന്ന് നമ്മളുടെ ജയ്വോണിന് ഓർമ്മ വരും, അതായത് ആ ടൈമിൽ അവൾ വിചാരിച്ചായിരുന്നു അവൾ പ്രഗ്നൻ്റ് ആണ് എന്ന്. എന്നാൽ അവൾക്കാണെങ്കിൽ ഗ്യാസ് കയറിയിട്ട് അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് കാരണം അവൾ അങ്ങനെ വിചാരിച്ചേ. അപ്പോൾ അവൾ പറയും, ഓ അതായിരുന്നു വലിയ കാര്യം. അപ്പോൾ നമ്മളുടെ ഈ മിന്നാണെങ്കിൽ പറയും, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിപ്പോൾ ഈ കുഞ്ഞിനെ വേണ്ട, എന്തായിരുന്നാലും നീ അതിനെ അബോട്ട് ചെയ്താരെ. ഇപ്പം നമുക്ക് കുഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കരിയർ പോകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ കരിയർ ഫോക്കസ് ചെയ്താൽ മതി എന്നൊക്കെ നമ്മളുടെ മിന്നിരുന്ന് പറയും. എന്നിട്ട് അവൻ പറയും, നീ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യണ്ട, ഞാനാണെങ്കിൽ നിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞേ എന്ന്. അപ്പം തന്നെ നമ്മളുടെ ജയ്വോൺ പറയും, നീ വിഷമിക്കേണ്ട, ഞാനാണെങ്കിൽ അത് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതാണ്, എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമാണ്, ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിന് ഭയങ്കര സന്തോഷമാവും. അവൻ പറയും, ഓ അങ്ങനെയായിരുന്നല്ലേ, എന്തായിരുന്നാലും ഞാൻ പറഞ്ഞതിന് നീ വേറൊരു ഡബിൾ മീനിങ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ജയ്വോൺ ആണെങ്കിൽ പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിൻ്റെ കൂടെ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറയും. ഇത് കേൾക്കുന്നേ മിന്നിനങ്ങ് ഭയങ്കര ദേഷ്യം വരും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജയ്വോൺ ആണെങ്കിൽ ഈ സംഭവം ഇവിടെ വെച്ച് നിർത്തിയിട്ട് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നതും ഈ മിന്നാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ജയ്വോണിനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും.
എന്നിട്ട് ചോദിക്കും, നീ എന്തുവാ ഇപ്പോൾ പറഞ്ഞ് എൻ്റെ കൂടെ ബ്രേക്കപ്പ് ആവുന്നെന്നോ, എന്തിനാ അങ്ങനെ എന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മളെ ജയവോണിനെ ഉപദ്രവിക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് നമ്മുടെ ജയവോണിന് ഒരു കാര്യം ഓർമ്മ വരും. അതായത് യഥാർത്ഥത്തിൽ ഈ മിന്നാണെങ്കിൽ ഒരു രാക്ഷസനെ പോലെയല്ലേ. അവളപ്പോൾ വിചാരിക്കും, ഞാൻ ഒരു സെക്കൻഡിൽ ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മറന്നു പോയി എന്ന്. അങ്ങനെ നമ്മുടെ ജയവോൺ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കും. പെട്ടെന്ന് അതിലേ പോയ ആൾക്കാരെല്ലാവരും കൂടി നമ്മുടെ ജയവോണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരോട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നയാ. അവിടെ പോലീസുകാരാണെങ്കിൽ ഇവരെ രണ്ടുപേരുടെ ഈ ആർഗ്യുമെന്റിനെ വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. അവർ പറയും, നിങ്ങൾ രണ്ടുപേരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അല്ലേ, നിങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള അടികളൊക്കെ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ എന്തിനാ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നത് നമ്മളുടെ ജയവോണിന് ഭയങ്കര ദേഷ്യം വരും. അവൾ പറയും, നിങ്ങൾക്ക് എന്നെ അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലെങ്കിലും കൊണ്ടാക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ പോലീസുകാരാണെങ്കിൽ നമ്മുടെ ജയവോണിനെ അവളുടെ വീട്ടിലായിട്ട് ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജയവോൺ ആണെങ്കിൽ അവളുടെ റൂമിൽ വന്നിരുന്നിട്ട് അവളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അതിനകത്താണെങ്കിൽ ഒരുപാട് എമൗണ്ടിൻ്റെ കുറവുണ്ടായിരുന്നു. അതായത് നമ്മുടെ മിന്നാണെങ്കിൽ പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ എല്ലാം നമ്മുടെ ജയവോണിൻ്റെ അടുത്ത് ക്യാഷ് ചോദിക്കുന്നത്. അവനാണെങ്കിൽ ഒരുപാട് പണം അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വിചാരിക്കും, ഞാൻ പണ്ട് ഭയങ്കര മന്ദബുദ്ധിയായിരുന്നു, അവൻ ചോദിക്കുമ്പോഴെല്ലാം ഞാൻ അവന് ക്യാഷ് എടുത്ത് കൊടുക്കുമായിരുന്നു എന്ന് വിചാരിക്കും. അക്കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ മിന്നാണെങ്കിൽ ഈ ജയവോണിന് മെസ്സേജ് ചെയ്യും. എന്നിട്ട് ചോദിക്കും, നീ എനിക്ക് കുറച്ച് പൈസ കടം തരുമോ, ഞാൻ നിനക്ക് എന്തായിരുന്നാലും അത് തിരിച്ചു തരാം. എനിക്കാണെങ്കിൽ റോയ് ജെൻഡൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് അവൻ പറയും, അതിനകത്ത് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നിനക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബാഗ് വാങ്ങി തരാമെന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ജയവോൺ ഒരു കാര്യം ഓർമ്മ വരും. അതായത് അവക്കറിയാം നമ്മളുടെ മിന്നാണെങ്കിൽ ഈ റോയ് ജെൻഡൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവന് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അവൾ വിചാരിക്കും, ഇപ്പോൾ എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയേക്കല്ലേ, ഞാനും ഇപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, അപ്പോൾ എൻ്റെ ലൈഫ് നല്ലതുപോലെ മാറുമല്ലോ, എൻ്റെ കയ്യിലും അവനെ പോലെ നല്ലൊരു ക്യാഷ് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇവക്ക് നല്ല വിശ്വാസവും അതേപോലെ തന്നെ സന്തോഷവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജയവോൺ ആണെങ്കിൽ ഡോക്ടറിനെ വന്ന് കണ്ടിട്ട് അവളുടെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുന്നതാണ്. അവിടെ ഡോക്ടർ ആണെങ്കിൽ നമ്മളുടെ ജയവോണിൻ്റെ അടുത്ത് പറയും, നിനക്കിപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഗ്യാസ്ട്രിക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്, അത് നീ നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് സിവിയർ ആവത്തില്ല എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജയവോണിന് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ വിചാരിക്കും, എൻ്റെ കയ്യിൽ ഇനി നല്ലൊരു ചാൻസ് ഉണ്ട്, ഞാൻ എൻ്റെ ഹെൽത്ത് നല്ലതുപോലെ കെയർ ചെയ്യുവാണെങ്കിൽ എനിക്കൊരിക്കലും ക്യാൻസർ വരത്തില്ല എന്ന്. അങ്ങനെ അവളാണെങ്കിൽ അവളുടെ ജോലിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അതിന് വേണ്ടിയിട്ട് അവൾ ലൈബ്രറി വന്നിട്ട് നല്ല നല്ല ബുക്കുകളൊക്കെ വായിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ അവൾ ബുക്കുകളൊക്കെ നല്ലതുപോലെ സെലക്ട് ചെയ്യുന്നതും അവിടെയായിട്ട് നമ്മുടെ ജയഹോപ്പ് വരും. അതായത് നമ്മുടെ ഹീറോ ഇവനാണെങ്കിൽ കാണും. അതായത് ഇവളാണെങ്കിൽ ജോലി കളയുന്നതിനെ പറ്റിയിട്ടുള്ള ബുക്കുകളാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ അവൻ ചോദിക്കും, നീ യഥാർത്ഥത്തിൽ ജോലി കളയാൻ വേണ്ടി പോവുകയാണോ? അപ്പോൾ നമ്മുടെ ജയവോൺ പറയും, അല്ല അങ്ങനെയല്ല, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ജയവോണിൻ്റെ കയ്യിലായിട്ട് ഇന്നലെ അവളെ രക്ഷിക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ പൊള്ളലില്ലേ, അത് കാണും. സത്യം പറഞ്ഞാൽ 2023 നമ്മുടെ ജയവോൺ ഉണ്ടല്ലോ, അവളുടെ കയ്യിൽ ഇതേ പാടുണ്ടായിരുന്നു. ഒറിജിനലി നമ്മളുടെ ജയവോണിൻ്റെ കയ്യിലാണ് ഈ പാട് വരേണ്ടിയിരുന്നത്. എന്നാൽ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ വന്നതുകൊണ്ടാണ് ഇപ്പം അവൻ്റെ കയ്യിൽ ഈ പാടായത്. അപ്പം നമ്മുടെ ജയവോൺ പറയും, ഇന്നലത്തെ ആ സംഭവത്തിന് എന്നോട് ഒരുപാട് ക്ഷമിക്കണം, ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഈ പരിക്ക് പറ്റിയത് എന്ന്. അപ്പം നമ്മുടെ ഹീറോ പറയും, അതിലൊന്നും സാരമില്ല എന്ന്. അവസാനം നമ്മുടെ ഹീറോ പറയും, നിനക്ക് ഇത്രയ്ക്കും വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വാ. അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ വന്നിരിക്കും. അവിടെ നമ്മുടെ ജയവോൺ ആണെങ്കിൽ അവൻ്റെ ഗ്ലാസ് ഒക്കെ മാറ്റിയിട്ട് ഫുഡ് കഴിച്ചു വെക്കും. സത്യം പറഞ്ഞ് ഇത് കാണുന്നേ നമ്മുടെ ജയവോൺ ഉണ്ടല്ലോ, അവനെ തന്നെ നോക്കിയിരിക്കും. അവള് വിചാരിക്കും, ഇവൻ കണ്ണാടിയില്ലാതെ എന്ത് സുന്ദരനാ എന്ന്. സത്യത്തിൽ നമ്മുടെ ജയവോൺ ഇവൻ്റെ അടുത്ത് അങ്ങനെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവൾ വിചാരിക്കും, ഇവനാണെങ്കിൽ CEO ആയതിനു ശേഷമാണ് ഞാൻ ഇവൻ്റെ അടുത്ത് കുറച്ചെങ്കിലും സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് നല്ലൊരു അവസരമല്ലേ കിട്ടിയത് ഇവൻ്റെ കൂടെ കൂട്ടാവാൻ. ഇവനാണെങ്കിൽ അന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും എന്ന് വിചാരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, എങ്ങനെയുണ്ട്? ഉടനെ നമ്മുടെ ജയവോൺ സൂപ്പറാ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോ ചോദിക്കും, അതിന് നീ ഇതുവരെ ആ ഫുഡ് കഴിച്ചില്ലല്ലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയവോൺ ആണെങ്കിൽ ഫുഡ് എടുത്ത് വായി വെക്കുന്ന അവളുടെ വായ അങ്ങ് പൊള്ളിപ്പോവും. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ഹീറോ അവൾക്ക് വെള്ളം എടുത്ത് കൊടുക്കും. എന്നിട്ട് അവൻ ചോദിക്കും, നീ ഇപ്പോൾ ജോലി കളയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് നിന്റെ കല്യാണക്കാരിയൊന്നും കൊണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ജയവോൺ ഇരുന്ന് ആലോചിക്കും, അതെ ശരിയാണ്, 2013 തന്നെയാണ് ഞാൻ യഥാർത്ഥത്തിൽ കല്യാണം കഴിക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തതും കല്യാണം കഴിച്ചതും. എനിക്ക് ഈ വർഷം തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കും. അപ്പം നമ്മളുടെ ജയവോൺ ആണെങ്കിൽ ജയൂക്കിൻ്റെ അടുത്ത് പറയും, അതെ കല്യാണത്തിനെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്, അതും റിസൈൻ ചെയ്യാൻ ഒരു റീസൺ ആണ് എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ജയഹോപ്പ് ആണെങ്കിൽ എന്തോ പറയാൻ
പറയാനായിട്ട് വരുന്നേ കറക്റ്റായിട്ട് നമ്മുടെ ജയവോണിന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സുമിനില്ലേ അവളുടെ അടുത്ത് നിന്ന് കോൾ വരും. സുമിനിപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയവോൺ അവളുടെ കോൾ അറ്റൻഡ് ചെയ്തില്ല, അതങ്ങ് കട്ട് ചെയ്ത് വിടും. അപ്പോൾ നമ്മുടെ സുമിൻ ഇരുന്ന് ആലോചിക്കും, എന്നാലും ഇവൾ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഇത്രയും നാളും അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ, ഞാൻ അവൾക്ക് വേണ്ടി എന്ത് വെയിറ്റ് ചെയ്യുക, അവൾ എൻ്റെ കോൾ എടുക്കാത്ത എന്താ എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജയോപ്പും അതേപോലെ തന്നെ ജയവണ്ണും കൂടി ഇല്ലേ, രണ്ടുപേരും കൂടി അവളുടെ വീടിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും, എനിക്കൊരു സജഷൻ തരാനുണ്ട്, നീ നിൻ്റെ കരിയറിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. മാരേജ് ഒക്കെ ഓക്കെയാണ് എന്നും പറഞ്ഞിട്ട് കരിയർ ഗീവ് അപ്പ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജയവണ്ണാണെങ്കിൽ പറയും, ഓക്കെ ഞാൻ എന്തായിരുന്നാലും അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ അവളുടെ അടുത്ത് നല്ലതുപോലെയല്ലേ ബിഹേവ് ചെയ്യുന്നത്, അവൾക്കും അതിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ പറയും, നീ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ഗേളാണ്, അതുകൊണ്ട് നീ ഒരിക്കലും ഇതൊന്നും അങ്ങനെ വിട്ടുകളയരുത് എന്ന്. ഇത് കേൾക്കുന്നേ അവൾക്ക് നല്ല സന്തോഷമാവും. അങ്ങനെ നമ്മളുടെ ജയവോൺ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുന്നതും നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവളുടെ അടുത്ത് നേരത്തെ പറയാനായിട്ട് വന്ന കാര്യം അവന് പിന്നെയും പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസം നമ്മുടെ ജയവോൺ ആണെങ്കിൽ അവളുടെ ഓഫീസിലായിട്ട് വർക്കിന് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ മിന്നുണ്ട്. അവനാണെങ്കിൽ ജയവോണിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ അവളാണെങ്കിൽ ഇവനെ നല്ലതുപോലെ ഇഗ്നോർ ചെയ്യും. അവൾക്കാണെങ്കിൽ ഇവൻ്റെ അടുത്ത് സംസാരിക്കാനേ താല്പര്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയവോൺ ആണെങ്കിൽ റോയ് ജെൻഡൽ എന്ന് പറയുന്ന ആ കമ്പനിയിലെ അതിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവൾ വിചാരിക്കും, എനിക്കിനി വെയിറ്റ് ചെയ്തിരുന്നേ പറ്റൂ, ഇതെന്നാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നേ എന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് അവിടെയായിട്ട് സുമിൻ വരും. എന്നിട്ട് അവൾ ചോദിക്കും, ഞാൻ നിന്നെ ഇന്നലെ ഒത്തിരി വിളിച്ചായിരുന്നു, നീ എന്താ എൻ്റെ ഫോൺ എടുക്കാൻ, നിനക്ക് എന്താ എൻ്റെ അടുത്ത് വല്ല ദേഷ്യവും ഉണ്ടോ? അപ്പോൾ നമ്മുടെ ജയവോൺ പറയും, എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഇന്നലെ ഞാൻ കുറച്ച് തിരക്കായിരുന്നു, ഇന്നലെ എനിക്കൊരു ലേഡീനെ കാണാൻ പോകണമായിരുന്നു. ആ ലേഡിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4th സ്റ്റേജ് ക്യാൻസറാണ്. അവരിപ്പോൾ റീസെൻ്റ് ആയിട്ട് അറിഞ്ഞത്, അതായത് അവരുടെ ഹസ്ബൻഡ് അവരെ ചീറ്റ് ചെയ്യുവാണ്, അതും അവരുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട്. ഇത് കേൾക്കുന്നേ സുമിൻ പറയും, അവൾ എന്ത് കൊള്ളാത്തവളായിട്ടായിരുന്നായിരിക്കും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അടുത്ത് അങ്ങനെ ചെയ്തത്. എന്തായിരുന്നാലും നീ ഒരു കാര്യം ആലോചിച്ചോ, നിന്റെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനൊരിക്കലും ഇത് നോക്കിക്കണ്ട് നിൽക്കത്തില്ല, ഞാനും നിന്റെ കൂടെ മരിക്കുമെന്നും പറയട്ടെ. അവളാണെങ്കിൽ നമ്മളുടെ ജയവോണിൻ്റെ തോളിലായിട്ട് ഇങ്ങനെ തല ചായച്ചിരിക്കും. പെട്ടെന്ന് തന്നെ അവളുടെ മാനേജർ ആണെങ്കിൽ നമ്മുടെ ജയവോണിനെ വിളിക്കും. ഇത് കേൾക്കുന്നതും ജയവോൺ അവിടെ നിന്ന് ചാടി എഴുന്നേക്കും. നമ്മളുടെ സുമിൻ്റെ തലയ്ക്ക് ചെറുതായിട്ടൊരു പരിക്ക് പറ്റും. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ജയവോൺ ആണെങ്കിൽ അവളുടെ ഒരു പ്രോജക്റ്റ് ആയിട്ടുള്ള മീൽ കിറ്റ് എന്ന് പറയുന്ന സംഭവം അവളുടെ മാനേജറിനെ കാണിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജയവോൺ ആലോചിക്കും, അതായത് യഥാർത്ഥത്തിൽ ജയവോൺ ഈ പ്രോജക്റ്റ് അവളുടെ മാനേജറിനെ കാണിക്കുമ്പോൾ അങ്ങേർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ പകരം സുമിൻ ഈ പ്രോജക്റ്റ് കട്ടെടുത്തുകൊണ്ട് വന്ന് അങ്ങേരെ കാണിക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അയാൾ നമ്മുടെ സുമിനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്യും. ഇത് ആലോചിക്കുന്നത് നമ്മുടെ ജയവോൺ കരുതും, ഇത്തവണ ഞാൻ അങ്ങനെ സമ്മതിക്കത്തില്ല, എന്തായിരുന്നാലും ഈ പ്രോജക്റ്റിനെ ഞാൻ തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ അവൾ അത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങേരാണെങ്കിൽ അത് നോക്കത്തോടിയില്ല. അയാൾ അതിന് മുന്നേ പറയും, ഇത് കൊള്ളത്തില്ല, ഇതിനെ വീണ്ടും നേരെയാക്കി കൊണ്ടുവരാൻ. സത്യം പറഞ്ഞ് ഇത് കാണുന്നത് നമ്മുടെ ജയവോൺ ഭയങ്കര ഷോക്കായി പോകും. അവൾ വിചാരിക്കും, എങ്ങനെയൊക്കെ വിചാരിച്ചാലും എനിക്കിതൊന്നും ചേഞ്ച് ആക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് അവൾ പ്രിൻ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ ഇവളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കും, ഞാനിപ്പോൾ ഇത് ചേഞ്ച് ആക്കണമെങ്കിൽ ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടി എഫേർട്ട് ഇട്ടേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതും അവിടെയായിട്ട് വേറൊരു സ്റ്റാഫ് വരും. ആ സ്റ്റാഫാണെങ്കിൽ അവിടുത്തെ ടേബിളിലായിട്ട് ഒരു കോഫി കപ്പ് വെച്ചേക്കുമായിരുന്നു. അവർക്ക് പെട്ടെന്ന് അകത്ത് നിന്ന് കോൾ വരുന്നതും അവരാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോവും. അപ്പോൾ നമ്മളുടെ ജയവോൺ നോക്കുമ്പോൾ എന്തുവാ, ആ കപ്പ് വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയവോൺ ഇതേ സംഭവം മുമ്പും നടന്നിട്ടുണ്ടല്ലോ, അവൾ അത് ആലോചിക്കും. അത് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുവാ, ഈ കപ്പ് വീഴാൻ വേണ്ടിയിട്ട് പോകുന്നേ നമ്മുടെ ജയവോൺ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന. എന്നാൽ അവിടുത്തെ ഒരു ബോക്സിനകത്ത് തട്ടിയിട്ട് ഇവള് വന്ന് വീഴുകയും ചെയ്യും. അവളുടെ മുട്ടിന് പരിക്ക് പറ്റുകയും ചെയ്യും. ഇതും മനസ്സിൽ കണ്ടുകൊണ്ട് പ്രസന്റ് ടൈമിൽ അവളാണെങ്കിൽ ആ കപ്പിനെ നേരെ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്ത് ചാടും. അവിടെയായിട്ടൊരു ബോക്സ് ഉണ്ടല്ലോ, അവൾ ആ ബോക്സിൽ തട്ടാതെ നല്ലതുപോലെ സ്കിപ്പായിട്ട് ആ ഗ്ലാസ് വീഴാതെ അവിടെ നിന്ന് നീക്കി അങ്ങ് വെക്കും. ഇത് കാണുന്നേ നമ്മുടെ ജയവോണിന് ഭയങ്കര സന്തോഷമാവും. അവൾ വിചാരിക്കും, ഒരു നടക്കേണ്ട സംഭവത്തിനെ ഞാൻ നല്ലതുപോലെ എസ്കേപ്പ് ആക്കി, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നത്. അവളുടെ തൊട്ടുപുറവിന് തന്നെ മിന്നും നടന്നു വരുമായിരുന്നു. അവൻ പറയും, എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കണോ എന്ന്. നമ്മുടെ ജയവോൺ ആണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് നടക്കും. അപ്പോഴാണെങ്കിൽ അവളുടെ ഓപ്പോസിറ്റ് ഒരു ട്രോളി കണക്കത്തെ സംഭവം വരുമായിരുന്നു. അവളത് ശ്രദ്ധിക്കത്തില്ല. അവൾ അതിലിടിക്കാൻ വേണ്ടിയിട്ട് വരും. വേഗം തന്നെ നമ്മുടെ ഹീറോ വന്നിട്ട് ഇവളെ അങ്ങ് പിടിക്കും. എന്നിട്ട് പറയും, സൂക്ഷിച്ച്, നീ നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കാലിന് പരിക്ക് പറ്റുമെന്ന്. അങ്ങനെ അവളാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. പിന്നീട് അവൾ വീണ്ടും നടന്നു വരുന്നതും അവിടെയായിട്ട്
വീണ്ടും അവളെ മിന്നു ഫോളോ ചെയ്യുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ജീവൻ ഭയങ്കര ഷോക്കായിട്ട് അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അങ്ങനെ അവൾ കറക്റ്റായിട്ട് എവിടെയാണോ ഇടിക്കേണ്ടത് അവിടെ തന്നെ ചെന്ന് ഇടിച്ചിട്ട് അവളുടെ കാലിന് കറക്റ്റ് സ്പോട്ടിൽ തന്നെ മുറിവ് പറ്റും. ഇത് കാണുന്നേ നമ്മളുടെ ജീവൻ ഭയങ്കര ഷോക്കാകും. അവൾ ടെറസിൻ്റെ മുകളിലായിട്ട് വന്ന് നിന്നിട്ട് പറയും, നോക്കിയാണേ എൻ്റെ കാലിൽ എവിടെയാണോ പണ്ട് മുറിവുണ്ടായത് അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും മുറിവുണ്ടായി. അതായത് 2023 എന്താണോ നടക്കാൻ പോകുന്നത് അതിനി നടന്നേ അടങ്ങത്തുള്ളൂ. ഞാനിനി എന്തൊക്കെ ചെയ്താലും അതൊരിക്കലും എനിക്ക് ചേഞ്ച് ആക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കും. എന്നാൽ അവളാണെങ്കിൽ പെട്ടെന്ന് അവളുടെ കൈ ശ്രദ്ധിക്കും. അപ്പോഴെന്തോ അവളുടെ കയ്യിലായിട്ട് ആ പാടില്ലായിരുന്നല്ലോ, അതായത് അവൾക്കില്ല മറ്റേ പൊള്ളലേറ്റ പാട്, അതിപ്പോൾ നമ്മളുടെ നായകൻ്റെ കയ്യിലല്ലേ. അപ്പോൾ അവൾക്ക് മനസ്സിലാവും, അതായത് എനിക്ക് സംഭവിക്കേണ്ട കാര്യം വേറെ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് എൻ്റെ ലൈഫിൽ വരത്തില്ല എന്ന്. അങ്ങനെ നമ്മുടെ ജയ്വോണാണെങ്കിൽ അവളുടെ ഓഫീസിൽ വന്നിരിക്കുന്ന മിന്ന അവൾക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും, ഞാനാണെങ്കിൽ ടോയ്ജൻ്റെ കമ്പനിയുടെ സ്റ്റോക്ക് വിറ്റു, പകരമായിട്ട് ടേക്ക് യു എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ്വോണൊരു കാര്യം ഓർമ്മ വരും. അതായത് ഫ്യൂച്ചറിൽ ടേക്ക് യു കമ്പനി ആണെങ്കിൽ നല്ലതുപോലെ മുങ്ങിപ്പോവും, അവരാണെങ്കിൽ നല്ല ലോസിലാവുക എന്ന്. അപ്പോൾ നമ്മുടെ ജയ്വോണൊരു കാര്യം മനസ്സിലാവും, നടക്കേണ്ട കാര്യം എന്തായിരുന്നാലും നടക്കും, അതൊരിക്കലും അവൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റത്തില്ല. പക്ഷേ ആൾക്കാരെ അവൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റും, അതായത് അവളുടെ ഫേറ്റിനെ വേറൊരാൾക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അവളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതും അവിടെയായിട്ട് നമ്മുടെ സുമിൻ വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയതാ എന്ന്. അപ്പോൾ നമ്മുടെ ജയ്വോൺ പറയും, എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. അങ്ങനെ നമ്മുടെ സുമിനാണെങ്കിൽ അവിടെ മീറ്റിംഗ് നടക്കാൻ പോകുമല്ലേ, അവിടെയായിട്ട് നമ്മുടെ മിന്നിൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് രണ്ടുപേരും നല്ല ചിരിച്ച് കളിച്ച് സംസാരിക്കും. പെട്ടെന്ന് നമ്മളുടെ ജയ്വോണിന് ഒരു കാര്യം ഓർമ്മ വരും, അതായത് ഇവളുടെ ഫേറ്റിനെ വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജയ്വോണിൻ്റെ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങളൊന്നും അവളുടെ ലൈഫിൽ സംഭവിക്കത്തില്ലല്ലോ. അപ്പോൾ അവൾക്ക് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ സുമിൻ തന്നെയാണ് എന്ന്. അപ്പോൾ നമ്മുടെ ജയ്വോൺ മനസ്സിൽ വിചാരിക്കും, നിനക്ക് എൻ്റെ ഭർത്താവിനെ കല്യാണം കഴിച്ചൂടെ എന്ന്. അതായത് നമ്മുടെ സീരീസിൻ്റെ ടൈറ്റിൽ മാരി മൈ ഹസ്ബൻഡ്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.